അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വസിക്കുന്നു. ഞാൻ ആശ്രയിക്കും പാറ, എൻ്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തൻ എൻ്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജമുള്ളോ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജമുള്ളോ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിപ്പോനേ. സത്യവഴിയും വാതിലുമായ യേശുനാഥൻ പാദം ചുംബിക്കാം. ഞാൻ ആശ്രയിക്കും പാറ, എൻ്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്തൻ എൻ്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജമുള്ളോ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യപൂജമുള്ളോ, കൈപിടിച്ചു നയിക്കുന്നെന്നെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദൈവദിനത്തിലെ അനേക സ്ത്രീരത്നങ്ങളെക്കുറിച്ചുള്ള ചില ഓർമ്മകൾ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവദിനത്തിൽ പേരുള്ള സ്ത്രീകളുണ്ട്, പേരില്ലാത്ത അവരുടെ പ്രവർത്തികളെക്കുറിച്ചും വിശദീകരിക്കുന്ന അനേക സംഭവങ്ങൾ കാണുവാൻ കൊണ്ട് സാധിക്കും. പെട്ടകത്തിനുള്ളിൽ പ്രവേശിച്ച 4 വനിതകളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ പേര് വെളിപ്പെടുത്താത്ത 4 വനിതകളാണ് പെട്ടകത്തിൽ പ്രവേശിച്ചത്. തീർച്ചയായും ഇതാരൊക്കെയാണ് എന്ന് എല്ലാവർക്കും സുപരിചിതമാണ്. ദൈവദിനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും യഹൂദന്മാരുടെ തൽമൂദുകളിലും മറ്റ് പാരമ്പര്യ പുസ്തകങ്ങളിലൊക്കെയും അവരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. നോഹയുടെ ഭാര്യയുടെ പേര് അപ്പോക്രിഫൽ എഴുത്തുകളിൽ നയമ എന്ന് പറയപ്പെടുന്നു. ചാവുകടൽ ചുരുളിൽ എംസാറ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലാമേക്കിൻ്റെ പുത്രിയും തൂബൽ കൈയിൻ്റെ പെങ്ങളുമാണ് നയമ. ഇവളാണ് നോഹയുടെ ഭാര്യയായി തീർന്നതെന്ന് പറയപ്പെടുന്നു. ഷേമിൻ്റെ ഭാര്യയുടെ പേര് ഏറിയൽ എന്നറിയപ്പെടുന്നു. ഇവൾ ഒരു വനപ്രദേശത്തുള്ളവളായിരുന്നു. നോഹ ജലപ്രളയത്തെക്കുറിച്ചുള്ള പ്രസംഗം നടത്തിയ സമയത്ത് നോഹയുടെ പ്രസംഗം കേട്ട് ആകർഷയായി നോഹയുടെ കുടുംബത്തോട് ചേരുകയും ഷേം അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അവളും പെട്ടകത്തെ പണിയിൽ സഹായിയായി തീർന്നു. പാരമ്പര്യങ്ങളിൽ അവളുടെ മറ്റൊരു പേര് സലിത്ത് എന്നും പറയപ്പെടുന്നു. നലേത്മ ആണ് ഹാമിൻ്റെ ഭാര്യ എന്ന് എത്യോപ്യൻ ഓർത്തഡോക്സ് കാനോനിൽ പറഞ്ഞിരിക്കുന്നു. യാഫേത്തിൻ്റെ ഭാര്യയുടെ പേര് റെയ്ന അല്ലെങ്കിൽ അഡാറ്റസൻ എന്ന് പറയപ്പെടുന്നു. ഇവളും നോഹയുടെ പ്രസംഗത്തിലൂടെ കുടുംബാംഗമായിട്ടാണ് പറയപ്പെടുന്നത്. കായിൻ്റെ കൊച്ചുമകൾ ആയിട്ട് വരും. അങ്ങനെ പെട്ടകത്തിൽ പ്രവേശിച്ച 4 വനിതകളും നോഹയുടെ വാക്കുകളിൽ വിശ്വസിച്ചവരും ദുഷ്ടജനങ്ങളോടൊപ്പം നശിച്ചു പോകാതെ പെട്ടകത്തിൽ പ്രവേശിച്ചവരുമാണ്. ഹാമിൻ്റെ ഭാര്യ ഒഴികെ മറ്റ് 2 പേരും നോഹയുടെ മരുമകളും നോഹയുടെ പ്രസംഗത്തിൽ ഈ കുടുംബാംഗങ്ങളായി തീർന്നവരാണ് എന്ന് മുന്നമേ ഓർപ്പിച്ചല്ലോ. അതാണല്ലോ നോഹ പറഞ്ഞപ്പോൾ മറുചോദ്യം ചോദിക്കാതെ എല്ലാവരും മക്കൾ സഹിതം പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അനുസരണത്തിലും ഉപദേശത്തിലും മുൻതൂക്കം കൊടുത്തവരായിരുന്നു ഇവർ 4 പേരും. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പേര് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും യേശുവിന് ശിഷ്യന്മാർക്കും ശുശ്രൂഷകൾ ചെയ്യുന്നതിൽ അവൾ മുൻപന്തിയിലായിരുന്നു. അവരൊക്കെയും ആയിരുന്നില്ല എങ്കിലും ദൈവസേനയിൽ വിശ്വസ്തരായിരുന്നു. ഇതുപോലെ നയനിലെ വിധവ, സാരഫത്തിലെ വിധവ, ശൂന്യംകാരി സ്ത്രീയെ, സുറേഫ്യനക്കാരി സ്ത്രീയെ, രക്തസ്രാവക്കാരി സ്ത്രീയെ, ലോത്തിൻ്റെ ഭാര്യ, ലോത്തിൻ്റെ മക്കൾ, പൊത്തിപേറിൻ്റെ ഭാര്യ, ഇങ്ങനെ ദൈവജനത്തിൽ 100 കണക്കിന് സ്ത്രീരത്നങ്ങളെക്കുറിച്ച് അവളുടെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിലും അവളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. അവളുടെ ജീവിതത്തിൻ്റെ പിന്നിൽ പല സംഭവങ്ങളും നടന്നിട്ടുള്ളതാണ്. ലോകമെങ്ങും എപ്പോഴും കേൾക്കപ്പെടുന്ന ഒരു വിഷയമാണ് ബൈബിളിലെ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച ബാലകൻ്റെ വിഷയം. അവൻ്റെ പേര് പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. 2 കാശിട്ട വിധവയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല.
എങ്കിൽ ഇവരൊക്കെയും ദൈവപ്രവൃത്തിക്ക് ഒരു ഘടകമായി തീർന്നു അവരാണ്. ഒരു കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത് അതിൻ്റെ അടിസ്ഥാനമാണെങ്കിലും ആരും അതിലേക്ക് ശ്രദ്ധിക്കാറില്ല എന്നതുപോലെ കർത്താവിൻ്റെ പ്രവൃത്തികൾക്കായും പ്രവർത്തനങ്ങൾക്കായും പ്രാർത്ഥനകൾ കൂടെ എത്രയോ പേർ ആണ് മറഞ്ഞിരിക്കുന്നത്. ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ അവർ ചെയ്യുന്നു. പക്ഷേ പ്രിയരെ, ഒരുപക്ഷെ ലോകം നിങ്ങളെ അറിയപ്പെടുവാൻ പ്രസിദ്ധരല്ലായിരിക്കാം. ലോകം പ്രസംഗകരെ അറിയും, ദൈവം പ്രാർത്ഥിക്കുന്നവരെ അറിയുന്നു. ആയാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. പ്രസിദ്ധൻ അല്ല എങ്കിലും വിശ്വസ്തരായ ദൈവസന്നിധിയിലായിരിക്കാം. ലോകത്തിൽ പ്രസിദ്ധർ ആയവരെ ദൈവം അറിയണമെന്നില്ല. ഓരോരുത്തരെയും ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടി ചെയ്യുക. ദൈവം നിങ്ങളെ അറിഞ്ഞ് അതിന് തക്ക പ്രതിഫലം നൽകി ആദരിക്കും. ആ നല്ല സുദിനത്തിന് വേണ്ടി നമുക്ക് വിശുദ്ധിയോട് കാത്തിരിക്കാം. ദൈവമായ കർത്താവ് ഈ ചിന്തയാൽ നമ്മളെ രാവിലെ സമയം അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.